ഹായ് ചങ്കുകളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ്. സാധാരണ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി തേങ്ങയൊക്കെ വറുത്തരച്ചാണ് ചെയ്യാറ്. അതിനൊക്കെ ഒരുപാട് സമയമായതുകൊണ്ട് തന്നെ ഒരു പ്രഷർ കുക്കറിൽ പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനും സിമ്പിളായിട്ടും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിൽ കുറുകിയ ചാറോട് കൂടിയ കടലക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഈ ചാനൽ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ആ കുറുകിയ ചാറോട് കൂടിയ സിമ്പിളായിട്ടുള്ള കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതൊരു ഈസി കടലക്കറി ആയതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്ന ടിപ്സുകൾ ഫോളോ ചെയ്താൽ തേങ്ങയോ കടലയോ അരച്ച് ചേർക്കാതെ കുറുകിയ കടലക്കറി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കടലയാണ്. ഈ കടല ഞാൻ 8 മണിക്കൂറിന് മുമ്പേ നല്ലവണ്ണം കഴുകി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. നിങ്ങൾക്ക് കടല അത്രയും സമയം കുതിർക്കാൻ ടൈമില്ലെങ്കിൽ തിളച്ച ചൂടുവെള്ളം ഒഴിച്ചാൽ പകുതി സമയം കൊണ്ട് കുതിർന്ന് കിട്ടും. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി കടലയിൽ വെള്ളം ഒഴിച്ചിടും. രാവിലെയാവുമ്പോൾ എല്ലാം റെഡിയായിട്ടിരിക്കും. അങ്ങനെ കുതിർത്ത കടല ഞാനൊരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 കപ്പ് വെള്ളം. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കണം. ആദ്യത്തെ പിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 4 പിസിലും ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. പിന്നീട് പ്രഷർ കുക്കർ ഓഫാക്കുക. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷർ തനിയെ കുറയുന്നത് വരെ ഏകദേശം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് കടലയ്ക്ക് വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുക്കാം. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് കുഴച്ച് ഒരു ബോൾ പരുവത്തിനാക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ കടല നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു കടല കയ്യിലെടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇത് നന്നായി ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഗോൾഡൻ കളർ ആയാൽ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഇളക്കിയെടുക്കാം. നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വഴറ്റി ഇളക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം. മസാല എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തീ കൂട്ടി വെച്ച് 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത്
ഉടനെ തന്നെ ഇളക്കിയെടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉടനെ തീയും ഓഫ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയൊന്ന് യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ ഇല്ല എങ്കിൽ ഇതിൽ നിന്ന് അല്പം കടല എടുത്ത് ഉടച്ച് തിരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ടേസ്റ്റിൽ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പരമാവധി തേങ്ങാപ്പാൽ ചേർക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിലേക്ക് കടുതാളിച്ച് ചേർക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. എണ്ണ നല്ലപോലെ ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയുടെ കളർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ചെറിയുള്ളിയുടെ കളർ ഒരു ബ്രൗൺ നിറമായാൽ ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ഒരു 10-15 സെക്കൻഡ് ഇളക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കരുത്, ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. എന്നാലേ താളിച്ച് ചേർത്തതിൻ്റെ രുചിയും മണവും കറിയിലേക്ക് പിടിക്കുകയുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ സെർവ് ചെയ്യണതിൻ്റെ തൊട്ട് മുൻപായിട്ടോ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതേ റെസിപ്പി ഉപയോഗിച്ച് വെള്ളക്കടലക്കറിയും തയ്യാറാക്കാവുന്നതാണ്. കടലക്കറി ഇനി വയ്ക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിനും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മഫിൻ. ബായ് ബായ്.